വെള്ളിയാഴ്ച വൈകിട്ടാണ് കുട്ടനാട് വൈശ്യം ഭാഗം പുതുവന വീട്ടിൽ ഇന്ദിരയ്ക്ക് പാമ്പുകടിയേറ്റത്. വീടിനോട് ചേർന്നുള്ള ശുചിമുറിക്കു മുന്നിൽ വച്ചാണ് ഇന്ദിരയ്ക്ക് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത്. 15 മിനിറ്റിനുള്ളിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ച് ആന്റിവെനം നൽകിയെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല. തലേദിവസം വീടിന് സമീപത്ത് ഒരു പാമ്പിനെ കണ്ടിരുന്നതായും ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയിരുന്നതായും ഇന്ദിരയുടെ മകൾ പറയുന്നു. ഈ സമയം ഇന്ദിരയും ഒപ്പമുണ്ടായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഡോക്ടറെ കാണാൻ പോയി തിരിച്ചെത്തിയ ശേഷമാണ് ഇന്ദിരയെ പാമ്പ് കടിച്ചത്. സൈക്കിളിൽ നിന്നും വീണ് പരിക്കേറ്റ് വീട്ടിൽ വിശ്രമിക്കുന്ന മകനെ വീടിനകത്തെ ശുചിമുറിയെ കൊണ്ടുപോയ സമയത്താണ് ഇന്ദിര വീടിന് പുറത്തെ ശുചിമുറിയിൽ പോയത്. അവിടെ വെച്ചാണ് പാമ്പ് കടിയേറ്റത്. പാമ്പ് കടിച്ച വിവരം വീടിനുള്ളിൽ കയറി വന്ന് ഇന്ദിര ദിവ്യയോട് പറഞ്ഞു. ഉടൻ സോപ്പ് ഉപയോഗിച്ച് കഴുകി കടിയേറ്റ ഭാഗത്തെ രക്തം ഞെക്കിക്കളഞ്ഞു. ഇന്ദിര പറഞ്ഞതനുസരിച്ച് കടിയേറ്റ ഭാഗത്തിന് മുകളിലായി കെട്ടുകയും ചെയ്തു. തുടർന്ന് സമീപവാസിയുടെ വാഹനത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നു. വാഹനത്തിൽ വരുമ്പോഴും ആശുപത്രിയിലെത്തുമ്പോഴും ഇന്ദിരയ്ക്ക് കാര്യമായ പ്രശ്നങ്ങളില്ലായിരുന്നു. ആശുപത്രിയിലെത്തി ഡോക്ടറോട് പാമ്പ് കടിച്ച വിവരം പറഞ്ഞത് ഇന്ദിരയായിരുന്നു. ഉടൻ രക്തം പരിശോധിക്കാൻ കൊടുത്തു. കടിയേറ്റ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നില വഷളായി. രക്തം പരിശോധിച്ച ഫലം വരുന്നതിന് മുൻപായി ഇന്ദിര കുഴഞ്ഞു. ശ്വാസം കിട്ടുന്നില്ലെന്ന് എന്നോട് പറഞ്ഞു. ഉടൻ ഓക്സിജൻ നൽകി തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയെങ്കിലും 9 മണിയോടെ മരണം സംഭവിച്ചു. ഡോക്ടർമാർ പരമാവധി പരിശ്രമിച്ചെങ്കിലും മരുന്നിനോട് പ്രതികരിച്ചില്ലെന്നും മകൾ ദിവ്യ പറയുന്നു. അതേസമയം ഇന്ദിരയെ രക്ഷിക്കാൻ വളർത്തുനായ ഷിംബ പരമാവധി ശ്രമിച്ചിരുന്നുവെന്ന് ദിവ്യ വെളിപ്പെടുത്തുന്നു. വീടിന്റെ വർക്ക് ഏരിയയിലാണ് ഷിംബയെ കെട്ടിയിട്ടിരുന്നത്. ഇന്ദിരയുടെ വളർത്തുനായയാണ് ഷിംബ. ഇന്ദിര വീട്ടിൽ നിന്നിറങ്ങി വർക്ക് ഏരിയയിലൂടെ നടന്ന് ശുചിമുറിയിലേക്ക് പോയ സമയം ഷിംബ സാരിയിലേറെ നേരം കടിച്ചുപിടിച്ച് മുന്നോട്ടു വിടാതിരിക്കാൻ ശ്രമിച്ചു. ഷിംബയുടെ സ്നേഹപ്രകടനമാണെന്ന് കരുതി മുന്നോട്ടു പോയ ഇന്ദിര പാമ്പിന്റെ മുന്നിലേക്കാണ് ചെന്നത്. മുന്നിലുള്ളത് പാമ്പാണെന്നും അങ്ങോട്ടു പോകരുതെന്നും തന്നാലാവും വിധം പറഞ്ഞു മനസ്സിലാക്കാൻ ഷിംബ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണ് ഷിംബയെ വളർത്തിയിരുന്നത്. ഇന്ദിരയുടെ വിയോഗം ഷിംബയെ തളർത്തിയെന്നും ദിവ്യ പറയുന്നു. ഇന്നലെ ആഹാരം കഴിക്കാതെ ഒരേ കിടപ്പായിരുന്നു എന്ന് വീട്ടുകാർ പറഞ്ഞു.